ഹലോ ഗൈസ്, ഭ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഗുവാഹത്തി ടെസ്റ്റ് തോറ്റു. ഗുവാഹത്തി ടെസ്റ്റ് തോറ്റിരിക്കുകയാണ് ഗൈസ്. ആലോചിച്ചിരിക്കുകയാണ്, 25 വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ മണ്ണിൽ ഒരു സീരീസ് ജയിക്കുന്നത്. 2.0 2-0 സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നത്. അത് ടെമ്പ ബവൂമ എന്ന സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ്റെ കീഴിൽ സൗത്ത് ആഫ്രിക്ക ഒരു പരമ്പര വിൻ ചെയ്യുകയാണ് ഗായ്സ്. ഇതിൽ കൂടുതൽ നാണക്കേടുണ്ട്. നിങ്ങൾ തന്നെ പറയും, എന്ത് നാണക്കേടെന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര നാണക്കേടെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം ഭയങ്കര നാണക്കേട് ഗൈസ്. ഇത്രയും കഴുപ്പണം കെട്ട ഒരു കോച്ച്, ഒരു ചീഫ് സെലക്ടർ അഗാർക്കർ, ഇത്രയും കഴുപ്പണം കെട്ട ഒരു കോച്ച് ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ, ഇവരെന്താണ് കാണിക്കണതെന്ന് ഒരു പിടുത്തമില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സീരീസ് തോക്കണത്. ഭയങ്കരമായിട്ടുള്ളൊരു തോൽവിയാണ്. ഭയങ്കരമായിട്ടുള്ള തോൽവി എന്ന് പറഞ്ഞാൽ അയ്യേ. ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഗംഭീർ മാമൻ റിസൈൻ ചെയ്ത് മാമൻ്റെ പണി നോക്കി പോകണമാണ് നല്ലത്. ഇതിലും വലിയ നാണക്കേട് പിന്നെ ആലോചിച്ചാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ, കഴിഞ്ഞ വർഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ ന്യൂസിലാൻഡുമായിട്ട് നടന്ന ടെസ്റ്റ് മാച്ചിൽ 3-0 പരമ്പര ന്യൂസിലാൻഡ് സ്വന്തമാക്കണം. അന്നും ഈ ഗൗതം ഗംഭീറായിരുന്നു ഇന്ത്യയുടെ കോച്ച്. ചുമ്മാ മാറ്റം വരുത്തി എന്നാൽ ടീമിന് എന്തെങ്കിലും പ്രയോജനം വേണം? ഒരു പ്രയോജനവും ഇല്ല. ടീം ഇമ്പ്രൂവായി വരുന്നതുമില്ല. വളരെ മോശം. മാറ്റി ഇറക്കി കുറേ ഓൾറൗണ്ടറെ കുത്തിക്കയറ്റി വെറുതെ ടീമിനെ ഇല്ലാതാക്കണം. ഈ ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും ചേർന്നാണ് നമ്മളെ ഇന്ത്യൻ ടെസ്റ്റ് ടീം ഇത്രയും ഇല്ലാതാക്കിയത്. ഇപ്പോഴും പറയുന്നത് കഴുപ്പണം കെട്ട കോച്ചും കഴുപ്പണം കെട്ട ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ. ഈ അജിത് അഗാർക്കറിൻ്റെ വിചാരം ആകപ്പാടെ ഒരു സെഞ്ചുറി എന്തിനാ അടിച്ചോളൂ. ആ പണ്ടെങ്ങാണ്ട് ഒരു സെഞ്ചുറി അടിച്ച് അങ്ങനെ ഡയലോഗൊക്കെ കേട്ട ആളാണ്. എനിക്ക് എന്ത് ഡയലോഗാണെന്നറിയാമോ എൻ്റെ പൊന്നോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് ഇന്ന് ഗുവാഹത്തിയിൽ നടന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റ തോൽവി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തോൽവി. ഇത്രയും കാലം ഇത്രയും വലിയൊരു തോൽവിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ടെമ്പ ബവൂമേനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. വെൽ ഡൺ, ഗുഡ് ക്യാപ്റ്റൻ. അവർ തന്നെ ടെസ്റ്റ് വേൾഡ് ചാമ്പ്യനും ദക്ഷിണാഫ്രിക്ക തന്നെ ടെമ്പ ബവൂമയുടെ കീഴിലാണ് കഴിഞ്ഞ വർഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്തത്. ഈ കൊല്ലം 25 വർഷത്തിന് ശേഷം ഇന്ത്യ നാട്ടിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. നാണക്കേടെന്ന് പറഞ്ഞാൽ നാണക്കേട്. എനിക്ക് തോന്നുന്നത് ഗംഭീർ ചാപ്പലിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതേപോലെ സെറ്റായിരുന്ന ഒരു ടീമാണ് ഇന്ത്യൻ ടീം. 2005-2007 കാലഘട്ടം. ഞാൻ അപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ അന്ന് SLC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2005-2007 കാലഘട്ടം. അന്നാണ് വെസ്റ്റ് ഇൻഡീസ് വെച്ചുള്ളതാണ് വേൾഡ് കപ്പ് നടന്നത്. അന്ന് രാഹുൽ ദ്രാവിഡാണ് ക്യാപ്റ്റൻ. അന്ന് ഭയങ്കര ടീമായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കിട്ടലൻ ടീം. 2003 നടന്ന വേൾഡ് കപ്പ് നമ്മളെ ഇന്ത്യ 3-4 കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. നടന്ന വേൾഡ് കപ്പ് നമ്മളെ ഫൈനലിൽ ഓസ്ട്രേലിയയിലോട് തോറ്റ്. ഗാംഗുലിയായിരുന്നു അന്ന് ക്യാപ്റ്റൻ. കിട്ടലൻ ടീമൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷേ അവന്മാരടിച്ച് തൂക്കി. റക്കി പോണ്ടിങ്ങും ഗിൽക്രിസ്റ്റും കൂടി അടിച്ച് തൂക്കി. ആ കളി ആ കാലഘട്ടത്തിൽ അന്നും ഇതേപോലെ സെറ്റ് ടീമായിരുന്നു. അന്ന് സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ്, VVS ലക്ഷ്മൺ, അങ്ങനെ കുറേ ടീം, മുഹമ്മദ് കൈഫ്, യുവരാജ് സിംഗ്, അങ്ങനെ നല്ല ടീമാണ്. അന്ന് ഈ ചാപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പുതിയൊരു കോച്ചായിട്ട് ചാപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ചാപ്പൽ, ഓസ്ട്രേലിയൻ പ്ലെയറാണ്. പുള്ളി വന്നിട്ട് ഇതേപോലെയാണ് പുള്ളിയും ടീമിനെ അടിച്ചു പണിഞ്ഞത്. ഗാംഗുലിനെയൊക്കെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നൊക്കെ എടുത്ത് കളഞ്ഞ് ഭയങ്കരമായിട്ട് പുതിയ കുറേ റൂൾസും ഇതും കൊണ്ടുവന്ന് അന്ന് അതിനുശേഷമാണ് പിന്നെ നേരെ ഈ വേൾഡ് കപ്പ് കളിക്കാൻ പോണത്. അങ്ങനെ കളിക്കാൻ പോയി ബംഗ്ലാദേശിൻ്റെ ഒക്കെ കൂടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബംഗ്ലാദേശിൻ്റെ കൂടെയൊക്കെ തോറ്റ് ഇന്ത്യ നാണം കേട്ട് ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി തിരിച്ച് വന്നിട്ടുണ്ട്.
അത് ഈ ഗ്രേറ്റ് ചാപ്പലിന് അതേ സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷനാണ് ഇപ്പോഴും കടന്നു പോണത്. ഈ ഗംഭീർ കാണിക്കുന്നത് സെയിം സിറ്റുവേഷൻ, ഇതേപോലെ സെയിം സിറ്റുവേഷനാണ് ഇപ്പം ഗംഭീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് ചാപ്പലിനെ അനുകരിക്കാനാണെന്ന് തോന്നുന്നു ഗംഭീർ. സെറ്റിൽഡായ ഒരു ടീമിനെ തകർത്തുകൊണ്ടാണ് ഗംഭീർ കാണിക്കുന്നത്. രോഹിത് ശർമ്മേനെ നിർബന്ധിച്ച് പുറത്താക്കി, വിരാട് കോഹ്ലിനെ നിർബന്ധിച്ച് പുറത്താക്കി, സെറ്റിൽഡായിട്ടിരുന്ന ഇന്ത്യൻ ടീമിനെ പുറത്താക്കി കൊണ്ടാണ് ഗംഭീർ. ഗംഭീർ പറയുന്നത് സൂപ്പർ സ്റ്റാർ കൾച്ചർ ഈ ടീമിന് വേണ്ട, സൂപ്പർ സ്റ്റാർ കൾച്ചർ വേണ്ട. പുള്ളി പുതിയ പ്ലേയേഴ്സിനെ ട്രൈ ചെയ്ത് എത്ര കാലം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ ട്രൈ ചെയ്യാണ് സഞ്ജു സാംസണ് ഓപ്പണിംഗ് ഇറക്കി 3 സെഞ്ചുറി അടിച്ചതിന് ശേഷം 4ാമത് ഇറക്കി, 3ാമത് ഇറക്കി, 6ാമത് ഇറക്കി, 7ാമത് ഇറക്കി. ഗംഭീർ വേസ്റ്റ് കോച്ചാണ് ഗംഭീർ. കൂടെ അഗാർക്കർ ചീഫ് സെലക്ടർ, ഇവനൊക്കെ ആരാണ് സെലക്ടർ ആക്കിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചീഫ് സെലക്ടർ ഇടയ്ക്ക് ഞാനിപ്പം ട്വിറ്ററിൽ നോക്കിയപ്പോൾ കണ്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ജുറലിനെ ടീമിലെടുത്തുള്ള എന്തുകൊണ്ട് അവസാനമായിട്ട് 1 ഡേ സെഞ്ചുറി അടിച്ച സഞ്ജുവിനെ ടീമിലെടുത്തില്ലെന്ന് ട്വിറ്ററിൽ ഒരു റിപ്പോർട്ടർ ചോദിക്കാൻ പറഞ്ഞു. സഞ്ജു ആസ് എ സഞ്ജു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്, അതുകൊണ്ട് മിഡിലിൽ കളിക്കാൻ സഞ്ജുവിന് പറ്റൂലെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന്, ഓരോ മുണന്ത ന്യായങ്ങൾ അടിക്കുന്ന ഗഗാർക്കറെ നിന്നെയൊക്കെ ഞാൻ പറയണത് സെലക്ടേഴ്സിനെ മാറ്റണം, കോച്ചിനെ മാറ്റണം ഉടനടി ഇത് സംഭവിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ നാട്ടിൽ ടെസ്റ്റ് ഇത്രയും ദയനീയ ടെസ്റ്റ് തോൽവി. പിന്നെ ആ മരവാഴ ഋഷഭ് പന്ത് പണ്ടങ്ങാണ്ടോ 2-3 ടെസ്റ്റിൽ അടുപ്പിച്ച് ജയിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പോഴും എടുത്തിട്ട് നോർത്ത് ഇന്ത്യൻ ലോബിയിലെ കളിയല്ലേ. ചുമ്മാ ഋഷഭ് പന്ത് ടീമിൽ, എപ്പോഴും ഋഷഭ് പന്ത് ടീമിൽ. നമ്മളെ സഞ്ജു കളിക്കാരെ മാറ്റി പരീക്ഷിച്ചു ഗംഭീർ, കളിക്കാരെ മാറ്റി പരീക്ഷിച്ചുകൊണ്ട് ഭയങ്കര സംഭവം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തൊരു പ്ലെയേഴ്സിൻ്റെ മനസ്സിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്. അപ്പം കളിക്കണ കളിയെല്ലാം പ്ലെയേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം കാരണം ഗംഭീർ. ഇത്രയും സെറ്റായ ഒരു ടീമിൽ നിന്ന് രോഹിത് ശർമ്മനെ നിർബന്ധിച്ച് പുറത്താക്കി, വിരാട് കോഹ്ലിനെ നിർബന്ധിച്ച് പുറത്താക്കി. എന്നാൽ ടീമിന് രക്ഷയുണ്ടാകും? ഒരു രക്ഷയില്ല ടീം. ഇത്രയും അതമ്പതിച്ച ടീം ഇല്ല. ഇതേപോലെ തന്നെ സഞ്ജുവിനെ ബാറ്റിംഗ് ഓർഡറിൽ ഷഫിൾ ചെയ്തിട്ടിട്ട് ഒരു കളിയിൽ ഫോം ഔട്ടായതിൻ്റെ പേരിൽ എടുത്ത് പുറത്ത് കളഞ്ഞു. എന്നാൽ വൺ ഡേയിലും ഇല്ല. ഇതെന്തൊരു മുണം തന്നെ ന്യായമാണെന്തോ. അഗാർക്കറും ഗംഭീറുമായിട്ട് ഇതെന്താണ് കാണിക്കുന്നത്? ഞാൻ പറയുന്നത് ഗംഭീറിനെ പുറത്താക്കണം. ഉടൻ തന്നെ ഗംഭീറിനെ പുറത്താക്കിയിട്ട് പുതിയൊരു കോച്ചിനെ കൊണ്ടുവരണം, പുതിയൊരു സെലക്ഷൻ കമ്മിറ്റി വരണം. അഗാർക്കറിനെയൊക്കെ എടുത്ത് കളയണം. ഇത് വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഫേസ് ബൗളറാണ് മുഹമ്മദ് ഷമി. എന്നാൽ മുഹമ്മദ് ഷമി ടീമിലുണ്ടോ? ഓൾ ഫോർമാറ്റിൽ നിന്ന് മുഹമ്മദ് ഷമീനെ എടുത്ത് പുറത്ത് കളഞ്ഞു. മുഹമ്മദ് ഷമീൻ്റെ പേരേ ലിസ്റ്റിലില്ല, ഒരു ലിസ്റ്റിലില്ല. വൺ ഡേയിലില്ല, ടെസ്റ്റിലില്ല, 2020-ലില്ല. എന്നാൽ കഴിഞ്ഞ രഞ്ജിയിൽ ഒരു മാച്ചിൽ 8 വിക്കറ്റൊക്കെ എടുക്കണുണ്ട് മുഹമ്മദ് ഷമി. ഇത്രയും കട്ട ഫോമിൽ നിൽക്കുന്ന പുള്ളീനെയും പുറത്താക്കി. അപ്പോൾ ഏതോ റിപ്പോർട്ടർ ചോദിച്ച് എന്തുകൊണ്ട് മുഹമ്മദ് ഷാമിനെ എടുത്തില്ലെന്ന്. മുഹമ്മദ് ഷാമി ഫോമിലല്ലെന്ന്. അതിൻ്റെ റിപ്ലൈ മുഹമ്മദ് ഷാമി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത മാച്ചിൽ 8 വിക്കറ്റ് എടുക്കും. 8 വിക്കറ്റ് എടുത്തിട്ടാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. ആർക്ക്? ഗംഭീറിന് റിപ്ലൈ കൊടുക്കുന്നത്. ആലോചിച്ച് വയ്ക്കുകയാണ്. മൊത്തം ലോബിയാണ്, ലോബി. എന്നാൽ ഒരു മരവാഴേനെ എടുത്തിട്ടുണ്ട്, ഹർഷിത് റാണ. ഗംഭീറിൻ്റെ പെറ്റാണ്. KKRൽ ഗംഭീർ കോച്ചായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബോളറാണ് ഈ ഹർഷിത് റാണ. ഈ ഹർഷിത് റാണേനെ എടുത്ത് ടീമിലുണ്ട്. എന്നാൽ കൊള്ളാമോ ഹർഷിത് റാണ? ഒരു കളി എന്തോ നല്ല രീതിയിൽ പൂരെറിഞ്ഞു. ഞാൻ കണ്ട ഒരു കളി അവസാനത്തെ 2020 ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഇന്ത്യയിൽ നടന്ന അവസാന 20 അന്ന് ഇച്ചിരി കൊള്ളാം. അന്ന് കുറച്ച് ബാറ്റിങ് ചെയ്തു. എന്നാൽ ഈ മരവാഴേനെ എല്ലാ ഫോർമാറ്റിലും എടുത്തിട്ടുണ്ട്. വൺ ഡേയിൽ എടുത്തിട്ടുണ്ട്, ടെസ്റ്റിൽ എടുത്തിട്ടുണ്ട്, 2020-ൽ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മളെ പ്യുവർ ടാലൻറ്റഡ് ആയ നമ്മളെ സഞ്ജു സാംസൺ എവിടെ എടുത്തിട്ടുണ്ട്? പുറത്ത്. സഞ്ജു സാംസൺ പുറത്ത്. കറക്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ കരിയർ ഗ്രാഫ് ഫോർമുലയും അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിലും എല്ലാത്തിലും ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേൾഡ് ടീം ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ആ ഗ്രേറ്റ് ചാപ്പലിനെ ശരിക്കും തോന്നുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു
വൻ പരാജയം. ഇത് ദയനീയ പരാജയം. നമുക്ക് കോച്ചായിട്ട് ഗൗതം ഗംഭീറിനെ എടുത്തു കഴിഞ്ഞാൽ ആകപ്പാടെ ഉള്ളത് തന്നെ ബംഗ്ലാദേശിൻ്റെ കൂടെ ഒരു സീരീസ്, പിന്നെ ഉള്ളത് വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ ഒരു സീരീസ്. ഇത് രണ്ടും മാത്രമേ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇംഗ്ലണ്ടിന് എതിരെ സമനില, അവരെ മണ്ണിൽ പോയി സമനില എടുത്ത ഒരു സീരീസ്. ഇത്രയേ ഉള്ളൂ, എൻ്റെ അറിവിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ പുള്ളി ഇപ്പോഴും അവകാശപ്പെടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് ചാമ്പ്യൻസ് ട്രോഫി, ഏഷ്യ കപ്പ് ഇത് രണ്ടും എടുത്തു തന്നു. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് രോഹിത് ശർമ്മ കൊടുത്തിട്ടുള്ളത് രാഹുൽ ദ്രാവിഡ് എന്ന കോച്ചിനാണ്. ഈ ഇടയ്ക്ക് അവാർഡ് വാങ്ങാൻ വന്നപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞത് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു രാഹുൽ ദ്രാവിഡ് എന്നാണ് പറഞ്ഞത്. അതിൽ ഗംഭീറിൻ്റെ പേര് ഒന്നും പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല രോഹിത് ശർമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറിൻ്റെ പരീക്ഷണങ്ങളൊന്നും തന്നെ ഏക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പുള്ളി പിച്ചി നടത്തുന്ന പരീക്ഷണം, പിന്നെ പുള്ളി ടീം 11 നടത്തുന്ന പരീക്ഷണങ്ങൾ, ടോപ്പ് ഓർഡർ, മിഡിൽ ഓർഡർ, ബാറ്റിംഗ് നമ്പർ 4, ബാറ്റിംഗ് നമ്പർ 5, നമ്പർ 6, ഇത് ഇങ്ങനെ ഫോർമാറ്റിൽ നടത്തണം പരീക്ഷണങ്ങൾ. പിന്നെ ലൈനപ്പിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, ഈ എല്ലാ പരീക്ഷണങ്ങളും ഒരു ചോദ്യമായി മാറാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു ചോദ്യമായിട്ട് മാറാൻ പോവുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഭയങ്കര തോൽവിയാണ്. ടെസ്റ്റ് തോൽവി എന്ന് പറഞ്ഞാൽ ഭയങ്കര തോൽവിയാണ്. 25 വർഷത്തിന് ശേഷം ഒരു സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഇന്ത്യയെ തോൽപ്പിച്ച് 2-0 ഇന്ത്യയെ തോൽപ്പിച്ച് ഇവിടെ ഇന്ത്യയിൽ വന്ന് കപ്പടിച്ചിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കും, നാണം കെട്ട തോൽവി. ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗംഭീർ ബിഗ് സീറോയാണ് ഗായ്സ്, ബിഗ് സീറോ. ഞാൻ ഇപ്പോഴും പറയാം ബിഗ് സീറോയാണ്. അങ്ങേര് അവകാശപ്പെടുന്ന ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ പുള്ളി അവകാശപ്പെടുന്നുണ്ട്. പുള്ളിയുടെ കോച്ചിങ്ങിൻ്റെ കീഴിലാണ് എടുത്തതെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആ ക്രെഡിറ്റ് മൊത്തം രോഹിത് ശർമ്മ കൊടുത്തിട്ടുള്ളത് രാഹുൽ ദ്രാവിഡിനാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ക്രെഡിറ്റ്. ഗംഭീർ അവകാശപ്പെടുന്നത് ആ ചാമ്പ്യൻസ് ട്രോഫി എടുത്തു കൊടുത്ത്, ഏഷ്യ കപ്പ് എടുത്തു കൊടുത്ത്, ആ കോച്ചിനോട് നിങ്ങൾ പരാമർശിക്കുന്നതെന്നാണ് പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഗൗതം ഗംഭീർ പറഞ്ഞത്. പൊട്ടൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ്. പക്ഷെ അവിടെ ഒരു കോച്ചിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു കോച്ചിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. ആലോചിക്കും, ഗംഭീർ ഫുൾ പരാജയമാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പരാജയം എന്ന് പറഞ്ഞാൽ വൺ പരാജയമാണ്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗംഭീർ പരീക്ഷണം എന്ന് നിർത്തുന്നു അന്ന് ടീം മെച്ചപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗംഭീർ പരീക്ഷണം തന്നെ. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ 60 ശരാശരിയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന സർഫാസ് ഖാനാണ്. പുള്ളീനെ എനിക്ക് തോന്നുന്ന പുള്ളി ഗംഭീറിൻ്റെ കോച്ചിങ്ങിൽ ഇതുവരെ പുള്ളി എടുത്തിട്ടില്ല. ഒരുപാട് പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ടെസ്റ്റിൽ നല്ലപോലെ ഇപ്പം കളിക്കുന്ന, രഞ്ജിയിലൊക്കെ നല്ലപോലെ കളിക്കുന്ന ഋതുരാജ് നല്ല കളിക്കുന്നുണ്ട്. പിന്നെ സർഫ്രാസ് ഖാൻ പുള്ളി നല്ല 60 ശരാശരിയിൽ നല്ലപോലെ രഞ്ജി ട്രോഫിയിലൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ബാറ്ററാണ്. പുള്ളിയെ എടുത്തിട്ടില്ല. പിന്നെ മുഹമ്മദ് ഷാമീനെ എടുത്തിട്ടില്ല. പിന്നെ സഞ്ജു സാംസൺ എടുത്തിട്ടില്ല. ഒരുപാട് ഇപ്പോൾ കരുണാകരൻ ലേറ്റസ്റ്റ് ടെസ്റ്റിൽ ഇത്തിരി ഫോം ഔട്ടായി എങ്കിൽ പോലും 2 ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നല്ലപോലെ പെർഫോം ചെയ്യും. ഞാൻ ഇപ്പം തന്നെ ഈ ടെസ്റ്റ് കാണുമ്പോൾ എനിക്കൊന്ന് സ്പിൻ കളിക്കാൻ അറിയാവുന്ന ഒരു ബാറ്ററും ഇല്ല ടീമിൽ. ഋതുരാജിന് നല്ല പ്ലെയറാണ്. പിന്നെ ഈ സർഫറാസ് നല്ലൊരു പ്ലെയറാണ്. പിന്നെ അജിങ്ക്യ രഹാനിയ, ചേതേശ്വർ പൂജാര വിരമിച്ച്. പിന്നെ അജിങ്ക്യ രഹാനുണ്ട്, നല്ല പ്ലെയറാണ്. പുള്ളിയൊക്കെ ഇപ്പോഴും ഉണ്ട്. പുള്ളിയൊന്നും വിരമിച്ചിട്ടില്ല. പുള്ളിയൊക്കെ എടുക്കാം, ടീമിലെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഇല്ലെങ്കിൽ പോട്ട് വിരാട് കോഹ്ലിനെയൊക്കെ തിരിച്ച് വിളിക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ വേണമെങ്കിൽ വിളിക്കാം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ തിരിച്ച് വിളിക്കാം, കുഴപ്പമില്ല. നമുക്കിപ്പം പ്രധാനം ടീമാണല്ലോ. പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കി, ഇവർ സൂപ്പർ സ്റ്റാറിൻ്റെ കൾച്ചർ വേണ്ടെന്നൊക്കെ പുള്ളി ഗംഭീർ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരെ വിളിക്കൂ. നിങ്ങൾക്ക് ഈ പ്ലേയേഴ്സിനെ കൊണ്ട് കളി ജയിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ അവരെ വിളിക്കൂ. ഈ ചുമ്മാ ധ്രുവ് ജുറൽ, സായി സുദർശൻ, എന്ത് ടീമാണിത്? നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നുന്നു. ഗംഭീറിൻ്റെ ഈ വൃത്തികെട്ട പരീക്ഷണം എന്ന് നിർത്തുന്നു അന്ന് ഇന്ത്യയുടെ ടീം മെച്ചപ്പെടും. പിന്നെ പുള്ളിയുടെ കുറേ മുളന്ന ന്യായങ്ങൾ, കൾച്ചർ, സൂപ്പർ സ്റ്റാർ കൾച്ചർ, മറ്റേത് മറിച്ചത്, ഇങ്ങനെയാണ്
ചാമ്പ്യൻസ് ട്രോഫി എടുത്തത് ഞാനാണ്, ഏഷ്യ കപ്പ് എടുത്തത് ഞാനാണ്. എന്നാൽ പ്ലേയേഴ്സ് ആരും അംഗീകരിക്കുന്നില്ല. രോഹിത് ശർമ്മയൊക്കെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത് ദ്രാവിഡിനാണ്. എന്തായിരുന്നാലും ഇനിയുള്ളത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഗായ്സ്. പുതിയൊരു കോച്ച് വരട്ടെ, പുതിയൊരു ചീഫ് സെലക്ടർ വരട്ടെ, പുതിയൊരു കോച്ച് വരട്ടെ. ഇവരെല്ലാം വന്നിട്ട് ഇന്ത്യ നമുക്ക് അന്നും ഇന്നും അഭിമാനിക്കുന്ന രീതിയിൽ നല്ലൊരു ഇന്ത്യൻ ടീം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഭ്രാന്തൻ വരുന്നതാണ് ഗായ്സ്. അടുത്തൊരു വീഡിയോ ഇവിടെ തന്നെ കാണും ഗായ്സ്. എന്തായിരുന്നാലും ഇപ്പോൾ കോച്ചിനെ മാറ്റുമെന്ന് ഉറപ്പായിട്ടും തോന്നണം. കണ്ടിട്ട് ട്വിറ്റർ മൊത്തം കത്തുകയാണ് ഗായ്സ്. അതുകൊണ്ട് ഉടനടി ഒരു രാജി പ്രതീക്ഷിക്കാം. പുതിയ കോച്ചും പുതിയ ചീഫ് സെലക്ഷൻ കമ്മിറ്റിയൊക്കെ വരട്ട്. പുതിയൊരു ചീഫ് സെലക്ടറും പുതിയ കോച്ചും എല്ലാം വരട്ട്. എന്നിട്ട് നമുക്ക് ടീമൊന്ന് അപ്പോഴത്തേക്ക് സഞ്ജുവിനെയും കൂടി നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താം. എല്ലാം സെറ്റാവും. അപ്പോൾ ഗായ്സ് ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.